അതേമാതിരി വെള്ളച്ചാട്ടം കാണാൻ പറ്റും. നല്ല പാടം, അതിൽ പശുക്കളും. അപ്പോളേ നമ്മൾ ഒരുപാട് നാളായില്ലേ നമ്മൾ യാത്രാ വീഡിയോകളൊക്കെ ഇട്ടിട്ട്. എന്നാൽ ഇനി നമ്മൾ ചെറിയൊരു യാത്ര പോവാണ്. അപ്പോൾ വെൽക്കം ബാക്ക്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എങ്ങോട്ടാ ആദ്യം പോണ്? അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ വയനാട് ഇങ്ങനെ കറങ്ങിയിട്ട്, വയനാട് കറങ്ങൂലല്ലേ, ചെറുതായിട്ട് ടച്ച് ചെയ്യും. എന്നിട്ട് നേരെ നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റ് കിടക്കും. അവിടെ നിന്ന് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ബന്ദിപ്പൂരെത്തും. എന്നിട്ട് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നേരെ വീട്ടിക്ക് അല്ലേ? ഇതിലെ റെഡി? യെസ്. അല്ലോ കാക്കുമ്പച്ചാടില്ലേ, പുറത്തിറങ്ങാൻ അധികം വലിയൊരു സേഫ് അല്ല. അതാണ് അറിയോ അരീക്കോട് അങ്ങാടി രാവിലെ വന്നപ്പോഴുള്ള കാഴ്ച. ഒരു വണ്ടികളൊക്കെ പറ്റക്കുറവ്. ഞാൻ ചെറുതായിട്ട് മഴ തോയിക്കണില്ലേ? എന്താണ് കാക്കങ്ങള്? പ്രോപ്പർ നമുക്ക് എന്തായാലും ഫിക്സ് ചെയ്യാം. എൻ്റെ ഓർമ്മ എന്തോലും നോക്കണം. ഇറക്കൂല ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്താൽ നല്ല രസം ഉണ്ടാവില്ലേ? ഏതാ റോഡില്ലേ? തിരക്കില്ലാത്ത റോഡ്. ഇതിപ്പോഴേ എങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഇനി കുറച്ചുകൂടെ കഴിയട്ടെ. ഒരു 8-9 മണിയൊക്കെ ആകുമ്പോഴേക്ക് തീരുമാനമാവും. ആൾക്കാരൊക്കെ ഹെൽമെറ്റ് ഇടാതെ പോണു. ഫൈൻ കൊടുത്ത ലാസ്റ്റ് ജോലിയൊക്കെ പാടെ ഇന്നെ കുറ്റം പറയാവും. അങ്ങനെ ഒരു വണ്ടി എടുക്കണം, മഹീന്ദ്ര താറ്. നമ്മളിപ്പോ കറുത്തറമ്പ് എത്തിയില്ലേ? അല്ലേ? യെസ്, കറുത്തറമ്പ്. അപ്പൊ നമ്മുടെ യാത്ര ഇങ്ങനെ വീണ്ടും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. സംഭവം നൈസാണ്. ഈ പൈപ്പ് ലൈനൊക്കെ ഇടാൻ വേണ്ടി ഒരു കേറുന്നുണ്ടാവും ഇവിടെ. നല്ല റോഡൊക്കെ റെഡിയാക്കി തരും. അപ്പൊ ഗൈസ് നമ്മള് ഇങ്ങനെ വയനാട് ചുരം ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് താഴെയാണ്, ഏറ്റവും താഴെ. പിന്നെ നമ്മളെ ഡ്രൈവറെ പരിചയപ്പെട്ടിട്ടില്ല. ഇതാണ് നമ്മളെ ഡ്രൈവർ, അസ്ലം ഭായി. ഇപ്പൊ നല്ല പ്രോ ഡ്രൈവറാണ്. അപ്പൊ നമ്മളിങ്ങനെ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് താഴേന്ന് തുടങ്ങി. ചുരം തുടങ്ങിയിട്ടില്ലല്ലേ? എന്നോടു ഫേമസ് ആയിട്ട് ഇനി വൈപ്പറിട്ട് എടുത്തിട്ട് ഈ വൈപ്പറിട്ട ഗ്ലാസ് മൊത്തം പൊങ്ങാണ്. ഗൈസ് അങ്ങനെ നമ്മള് ആനവണ്ടി ഇതാ മുന്നിൽ ഇങ്ങനെ പോണ്. ആനവണ്ടിയാണ്, അതൊരു വികാരല്ലേ? സ്പീഡില്ല. നമ്മള് ചെറുതായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഒക്കെ ഇട്ടിക്കണ്. കോപ്പിറൈറ്റ് വരുമെന്ന് പേടിയാണ്. അതുകൊണ്ട് ചെറുതായിട്ട് ഇട്ടിട്ടുള്ളൂ. പിന്നെ മുമ്പ് ചാടാൻ നമുക്കൊരു പ്രശ്നക്കാരം. ഈ അടുത്ത KSRTC
കണ്ണൂർ പോയപ്പോൾ നമ്മൾ S20F ഷൂട്ട് ചെയ്ത ഫോട്ടോ നമ്മൾ ഐഫോണിൽ ഷൂട്ട് ചെയ്യുന്നു. നമ്മൾ കുറച്ച് വലുതായില്ലേ, ഒരു കൊല്ലം കൊണ്ട് നമ്മൾ എത്രയോ വലുതായി. ഗ്ലാസ് പെയിന്റ് ചെയ്ത് ഉഷാറാക്കും നമുക്ക്. മഴ കഴിഞ്ഞാൽ പിന്നെ പഴയ മാതിരിയാവും. ഇപ്പോഴാണ് നമ്മളെ ചുരത്തിന്റെ ഭംഗി ഇങ്ങനെ കിട്ടുന്നത്. മറ്റൊക്കെ ഒരു കാട്ടിൽ കൂടെ പോണ അതില് അല്ലേ, നമുക്ക് ടെൻഷൻ വേണ്ട, പ്രശ്നമാക്കണ്ട, പതുക്കെ എടുത്താൽ മതി. സ്പോട്ട് മോളല്ലേ അല്ല തന്നെ അപ്പൊ നമ്മള് ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇവിടെ നിർത്തിയതാണ്. പിന്നെ ചായ കുടിച്ചിട്ട് ബാക്കിയുള്ള പോക്ക് നമുക്ക് പോവാം. നമ്മളെ എന്താ പറയാ, ഈ വയനാട് ചുരത്തുനിന്ന് കയറിയാണ് നമ്മൾ ആ ചായ എടുക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ആ സ്പോട്ടിൽ നിന്ന് കുറച്ച് താഴെ വന്നാൽ ഇതേമാതിരി വെള്ളച്ചാട്ടം കാണാൻ പറ്റും നമുക്ക്. ഇത് അധികം ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, നല്ല രസമാണ്. ചെറിയ തോതിൽ ഇങ്ങനെ വെള്ളം. ഗൈസ് നമ്മള് എന്താ പറയാ, വയനാട് ചുരത്തുമലാണ് കേട്ടോ. ചുരത്തുമലുള്ള കാഴ്ചയാണ് ഗൈസ് ഇങ്ങനെ കാണുന്നത്. നമ്മളിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കൊരങ്ങമ്മാമനെ കണ്ടിരിക്കുകയാണ് ഗൈസ്. എല്ലാവരും ബ്ലോക്കാക്കി ഓലിക്ക് ജീവിക്കണ്ടേ. നമ്മുടെ വ്യൂ പോയിന്റ് എത്തി ഗൈസ്. അങ്ങനെ ഇവിടെ നോക്കുമ്പോഴുള്ള കാഴ്ച അതിമനോഹരമാണ്. ഞങ്ങൾ നിർത്തണോ നിർത്തണ്ടേ എന്നുള്ള ഇതിലാണ്. നിർത്തണം, നമ്മൾ നിർത്തി. ഇനി ഒന്നും നോക്കില്ല, നമ്മൾ നിർത്തി. നേരെ എൻ്റെ മുന്നിൽ കിട്ടും. നമ്മളെ താമരശ്ശേരി ചുരത്തിൻ്റെ ഏറ്റവും ടോപ്പിലാണ് എത്തിയിരിക്കുന്നത്. അതിലിങ്ങനെ വണ്ടി കയറി തരുന്നുണ്ട് നിങ്ങൾ. പക്ഷെ അതിൻ്റെ ഒക്കെ ഭംഗി, അതിനേക്കാൾ ഭംഗിയാണ് അതായി നിൽക്കണ ഈ മേഘങ്ങൾ. എന്താ രസല്ലേ. ഈ ഒരു വൈബ് കിട്ടണമെങ്കിൽ ഈ ഒരു ചുരം തന്നെ വേണം. നമ്മൾ ചാർജ് സ്പോട്ടല്ലേ കണ്ടോന്നറിയില്ല. അൾട്രാ എടുക്കേണ്ടി വരും മിക്കവാറും. എന്തായാലും ഇതൊരു പ്രത്യേക ക്ലൈമറ്റ് ആയിട്ടത്. ഇനിയും കാണാണ്ട് കേസ് ഇതൊന്നും ഒന്നുമല്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇതിൽ ഈ റൂട്ട് കൂടെ പോയപ്പോ ഒന്നുകൂടെ നിർത്തിയാണ്ട് നമ്മൾ നോക്കിയെന്നുള്ളൂ. ലോറി കയറി പോണ നോക്കിയാ ഏതായാലും ഈ ഒരു കാഴ്ച അതൊരു മനോഹരമായിട്ടോ. ഈ കോടൊക്കെ ഇങ്ങനെ മൂടി നിൽക്കണ ഈ ഒരു എന്താ പറയുക, അതിമനോഹരമായിട്ടില്ല ഈ ഒരു കാഴ്ച. അത് ഉഷാറായി. അങ്ങനെ വയനാട് ചുരത്തിൽ നിന്നുള്ള കാഴ്ചയിലത് എന്താ പറയുക, നല്ല അടിപൊളിയാണ്. കോടൊക്കെ മൂടി നല്ല ക്ലിയറാണ് കേട്ടോ. നല്ല കാഴ്ചകളൊക്കെ ഉഷാറാണ്. ഇവിടെ ഇങ്ങനെ എന്നാലേ ആനവണ്ടികൾ കുറേ വരുന്നതാണ്. അതേമാതിരി ഒരുപാട് ടൂറിസ്റ്റുകൾ, അങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ നിൽക്കും. ആ ഒരു സ്പോട്ടാണിത്. നമ്മൾ വയനാട് ചുരം എന്ന് പറയുമ്പോൾ ഏറ്റവും ആളുകൾക്ക് കൂടുതലായിട്ട് എന്താ പറയുക മനസ്സിൽ വരുന്ന ഒരു സ്പോട്ടാണ് ഇതാ ഈ ഒരു സ്പോട്ട്. ഇതൊന്നല്ല കേട്ടോ, നമുക്ക് കാണാൻ ഇനിയുണ്ട്. നമ്മൾ ഇപ്പോൾ പോണത് നമ്മൾ മുത്തങ്ങക്കാണ്. മുത്തങ്ങ ഫോറസ്റ്റ് ഇങ്ങനെ കയറാൻ പോകുന്നത്. സത്യത്തിൽ പറഞ്ഞാരെങ്കിൽ മൊത്തത്തിലൊരു കാട്ടിക്കൂടല്ല യാത്രയാണ്, ഒരു ഫോറസ്റ്റ് യാത്ര എന്ന് പറയാം. അതാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു KSRTC അവിടെ ഇങ്ങനെ വരുന്നുണ്ട്. നിങ്ങൾ ഇനി നമുക്ക് ബാക്കി കാഴ്ച കാണാം. ഏതായാലും നമുക്ക് പോയി നോക്കാം. ആനവണ്ടി 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 സമയം കിടക്കില്ലേ. നമ്മൾ എത്തിയ സ്പോട്ടും കിടക്കലൊരു പരിപാടിയാണ്. സമ്പന്നേക്കായി. ഇനി സീറ്റ് ബെൽറ്റ് ഇട്ടെ, അല്ലെങ്കിൽ ഗിബൻ്റെ അടുത്ത് നേരെ കിട്ടും.
അങ്ങനെ നമ്മള് വയനാട്ടിലേക്ക് കടന്നിരിക്കുന്നു ഗൈസ്. അപ്പൊ ഇനി വയനാടിന്റെ കുറച്ച് ഭംഗിയിലൂടെ ഉള്ളൊരു യാത്ര നമ്മളൊന്ന് പൊരിക്കും അല്ലേ. നമ്മൾ അസ്ലമിനെ ഇടക്കിടക്ക് വീഡിയോയിൽ കാണിച്ചിട്ടെന്ന് പറയുന്നുണ്ട്. നമ്മളെ എടുക്കണേ സംഭവത്തില് ഇവിടെയൊക്കെ കാണാൻ ഒരുപാടുണ്ട്. പക്ഷെ നമ്മൾ ടാർഗറ്റ് അതല്ല, നമ്മൾ കരുതിയത് വേറെ. മൊത്തത്തിലൊരു കാട്ടിലൂടെയുള്ള യാത്ര നമ്മളിന്ന് ചെയ്യണത്. ഫുള്ള് കാട്, അതിലെന്തെങ്കിലുമൊക്കെ ചിലപ്പോ കാണാം. നമ്മള് ആ ഒരു ടൈം കറക്റ്റ് ആക്കിയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുകയാണെങ്കിൽ അതൊരു ഭാഗ്യമല്ലേ. ഇനി കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് വേറൊരു ഭാഗ്യം. നമ്മളിങ്ങനെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ എടുക്കും. പക്ഷെ നമ്മളിങ്ങനെ യാത്ര പോണ വീഡിയോ അധികം എടുക്കാറില്ല. ഒന്നാമത് ഒഴിവിട്ടാത്തതുകൊണ്ടാണ് നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാനൊക്കെ ഇങ്ങനെ ലാഗ് വരുന്നത്. അതിൻ്റെ ഇടയിൽ നല്ലൊരു മഴ വരുന്നുണ്ട്. വയനാട്ടിലൊക്കെ യഥാർത്ഥത്തിന് റെഡ്ബീനോ ഏതായാലും ഒരു മഴ വരുന്നുണ്ട്. ഏതായാലും വയനാട് എത്തണം. ചൂരൽമല പോലെ, ചൂരൽമലയിൽ പോലെ വെക്കണം നമുക്ക് വെറുതെ. എന്തായാലും ഒരു വേണ്ട, അടുത്ത ആൾക്കാർക്ക് അവസ്ഥ വേറെ, നമ്മൾ വേറെ നോക്കണ്ട, നമുക്കെല്ലാം പോവാം. നമ്മുടെ ഏതോ ഒരു പാട്ടുണ്ടല്ലോ, അപ്പുറത്തിന് വർഷം കഴിഞ്ഞല്ലേ. ഓഹോ, നമ്മളാ വയനാടിന്റെ തണുപ്പ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. മഴ പെയ്തോ, ചെറിയ ചാറ്റൽ തുടങ്ങിയിട്ടുണ്ട്. ഇനി കാണുന്നതെല്ലാം ഒരു ഭംഗിയ കാഴ്ചകളിലൂടെ ആയിരിക്കും. കാഴ്ചകൾ കണ്ടു അങ്ങനെ നമ്മളിപ്പോ വൈത്തിരി എത്തി. നമ്മൾ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 8:30 സംഭവത്തിൽ നമ്മൾ ചെറിയൊരു കാലിച്ചായ മാത്രം അടിച്ചിട്ടുള്ളൂ, ബാക്കി ചായ അടിക്കാണ്ട് അല്ലേ. അപ്പൊ വയനാടിന്റെ ആ തണുപ്പോട് കൂടി ഞാൻ വിചാരിച്ചതിന് എന്തേലൊക്കെ പണിട്ടെന്ന് ഒന്നുമില്ല. നമുക്കൊരു സുഖം. ആ വിശപ്പ് ഇല്ലാതൊരു ഇതില്ല, എല്ലാം നല്ലതിന്. വയനാടിന്റെ ആ തണുപ്പ് ആസ്വദിച്ചുള്ള യാത്രയാണ് ഗൈസ്. ഇത് നമ്മള് മുന്നൊരട്ടം പോയിന് കേട്ടോ. അതിലല്ല, നമ്മള് നേരെ ബന്ദിപ്പൂര് ഫോറസ്റ്റ് അതിൽ ഇങ്ങനെ കയറിയിട്ട് നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഈ റൂട്ടിൽ നമ്മൾ നേരെ വീട്ടിൽ പോയി. അങ്ങനല്ല ആദ്യം പോയിന് ഗുണ്ടൽപേട്ട് പോയി. ഇപ്രാവശ്യം നമ്മൾ നേരെ തിരിച്ചാണ്, റിട്ടേൺ അടിക്കാണ് ഇവിടുന്ന്. വയനാട്ടൂടെ കയറിയിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞങ്ങനെ വരികയാണെങ്കിൽ. അന്ന് ബൈക്കിൽ നല്ല മഴ ഉണ്ടായിരുന്നു, വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഇന്ന് കാറിലായതുകൊണ്ട് നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ ഒരാൾ മുമ്പിച്ചാടി ഇല്ല ഓടിച്ചോ. വയനാട്ടിലെ നായ്ക്കൊന്നും വണ്ടികളെ പേടി തന്നെയല്ല അല്ലേ. നമുക്കിങ്ങനെ ഫോറസ്റ്റും അങ്ങനത്തെ ഇതൊക്കെ വേണം. നമുക്ക് ജംഗ്ഷൻ ചുറ്റൊന്നും ഫോട്ടോ എടുക്കാൻ വലിയൊരു രസമല്ല. വെറും വാഹനങ്ങളും അവിടെ കുറച്ച് കടകളും പിന്നെ കുറച്ച് ബ്ലോക്ക് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവേ. വൈത്തിരി
ട്രാവലിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അങ്ങനെ നമ്മുടെ വയനാടിൻ്റെ മനോഹാരിതയിലൂടെ ഉള്ള യാത്ര അങ്ങനെ നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. റോഡൊക്കെ കഷ്ടക്കാലാണ്, എന്നാലും NH ഹൈവേനിത്. NH ഹൈവേ മാത്രമേ ഉള്ളൂ കേട്ടോ, പേരുകൊണ്ട് ഹൈവേന്, പക്ഷെ റോഡ് കണ്ടാലേ. ഞങ്ങളെ ഇനി ചായ കുടിക്കണം, അപ്പൊ അതിന് പറ്റിയ ഹോട്ടൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ് നമ്മള്. കൃഷ്ണ ഭവൻ പ്യൂർ വെജാണ്, നമുക്ക് വെച്ച് മതി. പക്ഷേ പോയോക്കാം, കുറച്ചുകൂടി പോയോക്കാം. ആ വയനാടിൻ്റെ ആ ചെറിയ തണുപ്പും വെയിലിൻ്റെ ചെറിയ ചൂടും എന്നിട്ട് എന്താ. ഞങ്ങൾ 2 വണ്ടി ഞങ്ങൾ പറയണ്ടില്ലേ, 3ാമത്തെ വണ്ടി ഒന്ന് അണ്ണനാണ്. അണ്ണൻ നമുക്ക് നേരെ റോഡ് സൈഡ് എടുത്തിട്ട് അണ്ണേ ഇതേതാണ് രജിസ്ട്രേഷൻ. ഗൈസ്, ഈ രജിസ്ട്രേഷന് ഏതാണെന്ന് അറിയുന്നവര് താഴെ കമന്റ് ചെയ്യും. 23BH 9917F. ഒരു ബന്ധമില്ലാത്ത മാതിരി എന്തൊക്കെയോ ഒരു എഴുത്ത്. ഇതൊന്നല്ല കുഴി എന്ന് പറഞ്ഞാല് നമ്മളെ മലപ്പുറം, നമ്മളെ മഞ്ചൂർ റൂട്ടിൽ പോകണം. നമ്മളെ പാണ്ടിക്കാർ റോഡിന് കുറച്ചങ്ങോട്ട് കയറി പോകുമ്പോൾ നല്ല അടിപൊളി കുഴികളൊക്കെ ചാടാണ്ട്. വണ്ടി നോക്കിയാൽ നെല്ലിപ്പറമ്പ് ജസീല ജംഗ്ഷൻ വഴി യാത്ര ചെയ്യുന്നവർക്ക് കറക്റ്റ് അറിയാം. നമ്മളെ മഞ്ചേരി ഒരു വികസനത്തിന്റെ ഒരു അവിടെ ഒരു വലിയ പാറുണ്ട്. ആ പാറിന്റെ മുകളിൽ എന്താ അമ്പലമാണോ എന്താ സംഭവം അറിയില്ല, അവിടെ ഒരു ചെറിയൊരു കെട്ടിടമുണ്ട്. നമ്മളിപ്പോ വയനാടിന്റെ ഒരു സൈഡ് കൂടെ പോകണം. ശരിക്കും വയനാട് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മള് ഒരു ഹോട്ടൽ കണ്ടെത്തിയിരിക്കുകയാണ്. അല്ലാത്ത എത്തിയിട്ടില്ല, നമ്മള് രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല, നമ്മള് കഴിക്കാൻ വേണ്ടി കയറിയാണ്. താത്താക്ക് ആകെ ബേജാറായിക്കണേ, ഇത് സ്വന്തം പരിപാടി. നമ്മള് പറഞ്ഞ ലോട്ട് അങ്ങനെ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ മാണിക്ക മിറർ നിറച്ചടാ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റാഹത്തായി. ഇപ്പൊ ബാക്കിയുള്ള യാത്രയിലേക്ക് നമ്മൾ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സമാധാനമായില്ലേ ഗൈസ്? നമ്മളിപ്പോ സുൽത്താൻ ബത്തേരി എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒരു മിഠായി കടലാസ് പോലും ഇവിടെ റോട്ടിൽ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നാണ്. ശരിക്കും നോക്കി നമുക്കറിയാം, അതല്ലേ, ഒരു മിഠായി കടലാസ് പോലും ഈ റോട്ടിൽ എവിടെ ഇട്ടിട്ടില്ല. ഇട്ട് കഴിഞ്ഞാൽ ഫൈനാ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സ്ഥലം.
ഇതേമാതിരിയാണല്ലോ ഓർത്തില്ലേ? പിന്നെ ഒരു 12 കിലോമീറ്റർ കൂടെ നമുക്ക് മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് ഉണ്ട്. ഏതായാലും പതുക്കെ ഇങ്ങനെ പോവാം. നമുക്ക് തിരക്കൊന്നുമില്ല, അതുകൊണ്ട് പതുക്കെ പോയാൽ മതി. ഇനി നമ്മളെ ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു മൃഗങ്ങളെ കാണോ എന്നുള്ളതാണ്. മൃഗങ്ങൾ എന്തായാലും ഉണ്ടാവും. ഒരു മാനുണ്ടാവും, ഒന്നും കാണാതെ വെറുതെ ഫോട്ടോ കൊടുക്കാൻ എല്ലാരും കാട്ടില് നമ്മളെ വീഡിയോ എടുത്ത് കാണുമ്പോ ഒന്നും ഉണ്ടാവില്ല. സംഭവം അതാണ്. ഇങ്ങനെ പറഞ്ഞ ലാസ്റ്റ് എന്ത് ചെയ്യും? കടുവ മുമ്പ് ചടം. അപ്പൊ തീരുമാനമാകും. പറഞ്ഞിട്ടില്ലേ നമ്മളെ എന്താ പറയാ, കടുവന്റെ മുമ്പിലൊന്നും ചാടില്ലെങ്കിലും വിട്ടുന്ന രണ്ട് കടുവനെങ്കിലും കണ്ടാ മതിയായിരുന്നു. അല്ല, ആന ഉണ്ടാവും അവിടെ, നാട്ടിലാനൊക്കെ ആയിട്ടുണ്ടാവും. ആന കാണാം. കാട്ടാനെ നമുക്ക് നോക്കാം. നമുക്ക് അപ്പൊ ബന്ദിപ്പൂർ ഫോറസ്റ്റ് നമ്മള് ഇരുട്ടാവുമ്പോഴാണ് അവിടെ എന്തായാലും ഉണ്ടാവും. അപ്പൊ നമ്മളെ അസ്ലംക്ക് ഒരു ചലഞ്ച് വെച്ചിരിക്കുകയാണ്. നമ്മളിന്ന് കാട്ടാനെ കാണുമെന്നുള്ള ആ ചലഞ്ച് നമുക്ക് കണ്ട ഭാഗ്യം, അല്ലെങ്കിൽ കാണില്ല അത്ര. അപ്പൊ നമ്മളങ്ങനെ ഫോറസ്റ്റിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയാ, ക്ലൈമറ്റ് ഒക്കെ ഏകദേശം മാറി തുടങ്ങി. ചെറിയ മഴയൊക്കെ ഇങ്ങനെ വരൽ തുടങ്ങിയിട്ടുണ്ട്. തണുപ്പുണ്ട്, നല്ലോണം നല്ല തണുപ്പുണ്ട്. ഫോറസ്റ്റ് മൊത്തം കാടാണല്ലോ. ആ ചങ്ങായി പഞ്ചാബിലേക്കുള്ള യാത്ര, കേരളം ടു പഞ്ചാബിൽ ഒക്കെ തന്നെ. ഇതാണ് ഫോറസ്റ്റ്, ഇതാണ് കാണല്ലേ സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, അങ്ങനെ നമ്മള് ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവര് റൈഡേഴ്സ് ആണ്, പഞ്ചാബിലേക്കുള്ള ട്രിപ്പിലാണ് ഇവരെല്ലാരും. യാത്ര നമുക്ക് തടസ്സപ്പെടുത്തണം. എന്തൊക്കെയോ ഒച്ചയും ബഹളം കേൾക്കുന്നുണ്ട്. ഇനി നമ്മുടെ നോട്ടം എന്താന്ന് വെച്ചാല് ഏതെങ്കിലും മൃഗങ്ങളെ കാണൂ എന്നുള്ള നോട്ടങ്ങളാണ്. ഫോറസ്റ്റാണ് പറഞ്ഞിട്ട് നമ്മളിപ്പോ വീട്ടിൽ നാട്ടിലേക്ക് എത്തിയാലോ. ഫോറസ്റ്റ് തുടങ്ങിയില്ല. അടുത്ത എത്ര കിലോമീറ്റർ കാണിച്ചില്ലേ? നേരത്തെ 12 കിലോമീറ്റർ ആയി തുടങ്ങിയില്ല. ഏകദേശമൊക്കെ ആയിണ്ടാവും. നായ്ക്കുട്ടി ഓരോ സ്ഥലത്തിന്റെ പേര് അതേപോലെ പോണോക്കാം. ശ്രീകൃഷ്ണ. കാറ്റടിച്ചാണ്ട് എന്റെ മുഖമൊക്കെ നല്ല തണുപ്പായി. എന്റെ കാർ പൈസ ലോൺ എന്തോ പോലെ. എന്റെ ഡാഷ്ബോർഡാണ് ഇങ്ങനെ ഫോക്കസ് ആണ്. ഞാൻ ജോയിസിലിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്റെ ഡാഷ്ബോർഡാണ് എന്തെങ്കിലും ഫോക്കസ് ആണ്. ഒരു കിഡിലും വൈബുള്ള സ്ഥലം നോക്കിയത്. നല്ല പാടം, അതില് പശുക്കളും അതിന്റെ നടുക്കൂടെ ആയിട്ട് ഈ ഒരു മണ്ണിന്റെ റോഡും. ഒരു കിടിലം വൈബ് സ്ഥലം, ഉഷാറായിട്ടുണ്ട്. അത്
നമുക്ക് ഈ റോട്ടിലൂടെ വിട്ട് കഴിഞ്ഞാൽ നല്ല ഗ്രാമങ്ങൾ കാണും. ആയിക്കോട്ടെ പോയാലോ നിങ്ങളോട് തിരിച്ചറിയാൻ പറ്റില്ല ബൈക്കെല്ലാം പോയൊക്കെ വെറുതെ ഇറങ്ങണ്ടല്ലേ. അപ്പൊ ഗൈസ് നമ്മളങ്ങനെ ഫോറസ്റ്റിൽ കയറിയിരിക്കുകയാണ്. ഇനി ആനയെ കാണുമോ കടുവനെ കാണുമോ എന്നുള്ള കാഴ്ചകൾ നമുക്ക് നോക്കാം. എലിഫന്റ് ക്രോസ് ഏരിയ ആയതിന് പതുക്കെ പോവാനൊക്കെ പറയുന്നുണ്ട്. നമുക്കൊന്നും നല്ല സ്പീഡ് കുറച്ച് അങ്ങനെ പോയി വെക്കാലോ, ചിലപ്പോൾ ആരെങ്കിലൊക്കെ കണ്ടാലോ. ഇതിപ്പോ ധാരുമ്പോ കഴിയും. കാണുക നിൽക്കുകയാണ് ഹെൽമെറ്റൊക്കെ വന്നിച്ചാണ് കാണുന്നു നോക്കി നിന്നു. ഇവിടെ മാനുകളെ കാണുന്ന പറഞ്ഞു. അപ്പൊ ആനന്റെ സ്പോട്ട് അവിടെ എന്തോ ഉണ്ട് കേട്ടോ. അവിടെ ചെക്കന്മാര് വണ്ടി നിർത്തിയില്ലേ, അതോ വെറുതെ ഇങ്ങനെ നിർത്തിയേക്കാം. അവര് വെറുതെ ഫോറസ്റ്റ് വരുമ്പോ രണ്ട് ഫോറസ്റ്റ് വരുമ്പോ പിന്നെ ഇതൊക്കെ അടച്ചു. ഇതെന്ത് സംഭവം? ഇതേ ഫോറസ്റ്റ് തരാണ്ട് ആളെ പറ്റിക്കാണ്. എന്നിട്ട് കുറച്ചങ്ങോട്ട് ഇറങ്ങുമ്പോക്ക് എന്ത് ചെയ്യും, പിന്നെ നാട്ടിലെത്തും. അതാണ് എനിക്ക് അറിയില്ല. കാട്ടുപശുവിനെ കണ്ടിരിക്കുകയാണ്. കാട്ടുപശു ഏത് അടുത്ത കാട്ടുപശുവിനെ കണ്ട് വീട്ടിൽ നിന്ന് ഇവിടെ പശുക്കൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഹോണടിച്ച് ചേർപ്പിക്കില്ല അവരെ. ഇതാണ് മുത്തങ്ങ, മുത്തങ്ങ ഫോറസ്റ്റ്. അങ്ങനെ വീണ്ടും നമ്മള് അടുത്ത മുത്തങ്ങ ഫോറസ്റ്റിൽ എത്തിയേക്കാണ്. ഇത് കഴിഞ്ഞിട്ട് ചെറിയ ഗ്രാമം ഉണ്ടാവും. ഇവിടെ ആരും പൂലി മാങ്ങാത്തോലൊന്നും ഇല്ല. അങ്ങനെ റൂട്ടാണത്. നമ്മള് ഈ വഴിക്കൊക്കെ എപ്പോ വന്നിട്ടുണ്ടോ അന്നൊന്നും ഒരു സാധനം കാണൂല. ഓ ഇത് നമ്മള് അതിലൊക്കെ പോകാൻ പറ്റുന്നില്ലേ? കണ്ണൂർ സ്പോട്ടിൽ കയറി പോണേ. ഇവിടെ ആനകളൊക്കെ ഇറങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ബോർഡ് കണ്ടു, പക്ഷെ ആളെ കാണാനില്ല. എടുത്തൊക്കെ വന്നില്ലെങ്കിലും വേണ്ടില്ല, ഒന്ന് വിട്ട് കണ്ടൂടെ അല്ലേ? ഇങ്ങനെ കാട്ടാൻ പാടുണ്ടോ? യെസ്, അങ്ങനെ നമ്മള് മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് കിടക്കുകയാണ്. ഗൈസ് നമുക്ക് ചെക്കൊന്നുമില്ല, വേരത്തോട് കിട്ടും. നമ്മള് ഡീസന്റ് ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോൾ ശരിക്കും നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് കടന്നത്. ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണും, നമുക്ക് നോക്കാം. നമുക്കിനി വല്ല സ്ലോ ആക്കി അങ്ങനെ പോവാം. എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ ഈ മുന്നിൽ വണ്ടി ഉണ്ടായതുകൊണ്ട് അഥവാ എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ ഓരോട് മുന്നിൽ ചവിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളങ്ങനെ കർണാടകയിലേക്ക് കടന്നു. ഗൈസ് പിന്നെ ചെക്ക് പോസ്റ്റൊക്കെ കടന്നു വന്ന് നല്ലൊരു നെൽപ്പാടം നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇനി ഓരോ കാഴ്ചകളും കണ്ടുകൊണ്ട് നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, അങ്ങനെ ഫസ്റ്റ് ഒരാൾ നമ്മൾ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. യെസ്, കാട്ടുപശു. സൗത്തിൽ കയറണം, അപ്പോൾ നാട്ടുപശു കയറുന്നുണ്ട്. സംഭവം ഇവ നേരത്തെ തന്നെ ഡയലോഗ് അതിൽ വിട്ട് കട്ട് ചെയ്ത് കണ്ടത് വെക്കുവാണത്. ഇനി എന്തെങ്കിലുമൊക്കെ കാണുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അങ്ങ് ദൂരെയായിട്ടൊരു മയിലിനെ കണ്ടു. ഗൈസ് അത് നിങ്ങൾ കാണൂല, നമുക്ക് കുറച്ച് എടുത്ത് കാണാം. ഒരു മാനിനെ കാണും. അതാവുമ്പോൾ
ഇതിന് കണ്ടോ എന്ന് ചോദിച്ചാൽ ആന്നേലും പറയാം. ഇതാ മറ്റേ സിനിമയിൽ നമ്മള് മമ്മൂക്ക് പറയില്ലേ, ആനണ്ട് പുലിണ്ട് മാങ്ങാത്തൊരുണ്ട്. ഇത് അതാണ് സിറ്റുവേഷൻ. ഒരു സാധനത്തിന് ഇവിടെ കാണാനില്ല. കുറച്ചും കൂടി ഉള്ളിൽ പോയി നോക്കാം നമുക്ക്. യെസ്, അങ്ങനെ ഒന്നിനും എന്തെങ്കിലും മുതലാവണ്ട. നമ്മളെ കൊരങ്ങച്ചാറിന്റെ അവിടെ. വെറൈറ്റി എക്സ്പീരിയൻസ് കയറേണ്ടത്. ആ, ഇനിയാണ് നമ്മള് കാണുക. അപ്പൊ ഇതുവരെ കണ്ടൊന്നും ഒന്നുമല്ല. പക്ഷെ ക്ലൈമറ്റ് മാറി തുടങ്ങിയാണ്. ഏകദേശം മഴ ഇങ്ങനെ മൂടിക്കെട്ടി വരുന്നുണ്ട്. പെയ്യും ഇല്ലേ മിക്കവാറും. ചാൻസ് കമ്മിയാ. ആന സ്പോട്ടഡ് നിൽക്കുകയാണ്, ഗോ സ്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഏതായാലും നമ്മൾ അസ്ലം ചെറുതായിട്ടൊരു ചലഞ്ച് ചെയ്ത് വെച്ചിരിക്കണം. അതിൽ നമുക്കൊരു കാട്ടാനെങ്കിലും കാണണം. അങ്കച്ചേട്ടൻ കാണിക്കും. കാണിച്ചെന്നാ മതി. ഇവിടെ കാട്ടുതേന കിട്ടില്ല. വേണ്ട, എക്സ്പെൻസീവ്, നമുക്ക് കിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഭയാനകരമായിട്ടുള്ള ആ കാടിന്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ എന്താ കാണുന്നത്? എന്തൊക്കെയോ ഇവിടെ കാണുന്നു പറയുന്നുണ്ട്. നല്ല കാട്ടില് സൺഡയറക്റ്റിന്റെ പ്രൊഡക്ഷൻ. ആ ശരിയാണ്, മറ്റേ മൃഗങ്ങൾക്ക് എന്തെങ്കിലും കാണുന്നു. ഓരിങ്ങനെ നടക്കില്ല പരിപാടി. അതൊന്നുമല്ല പ്രശ്നം. സംഭവം പറഞ്ഞാല് ഇവിടെ ഒരു സാധനത്തിനും അവിടെ കാണില്ല. നമുക്ക് പതുക്കെ ചവിട്ടിയേക്കാം. യെസ്, ഇവിടെ ഒക്കെ ക്യാമറ ഉണ്ട് കേട്ടോ. ഇറങ്ങി കഴിഞ്ഞാൽ പണിയാ. വണ്ടി നോട്ട് ചെയ്യും. എല്ലാത്തിന്റെയും ബോർഡ് എഴുതി വെച്ചേക്കണ്. ആന ഉണ്ടാവും, പുലി ഉണ്ടാവും, മാനുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഒരു മാനിനെ പോലും കണ്ടിട്ടില്ല നമ്മൾ ഇവിടുന്ന്. ഇല്ല, നമ്മള് കണ്ടില്ല. എന്നിട്ട് നമ്മള് എന്താ പറയാ, ഒരു വണ്ടിക്കാര് നിർത്തിയാണ്ട് വെച്ചു. അവിടെ എന്തെങ്കിലും കണ്ടു വെച്ചു. അവിടെ നമ്മളൊന്നും ഇല്ല, ഇവിടെ അവിടെ ഇല്ല. സമാധാനായ ഇല്ല. അത് ഇവിടുന്നാണേ, ബന്ദിപ്പൂര് നമ്മളുണ്ടേ. ആ, ഇവിടെ തീ കണ്ടില്ല. മുത്തങ്ങ കുറച്ച് കയറിയിട്ടൊന്നും കണ്ടില്ല. അങ്ങനെ നമുക്ക് മറ്റേ പോയതില്ലേ. ഏതായാലും നമ്മള് ഫോറസ്റ്റ് ഇങ്ങനെ കാണില്ലേ. ഞാൻ വേണമെങ്കിൽ ചെറുതായിട്ട് ബീച്ചും വിട്ടരാം. ഇയാളോ? കഴിഞ്ഞു, തിരുപ്പതിയായി. ഇനി അടുത്തത് ചെക്ക് പോസ്റ്റ് ഉണ്ട്. കേരളത്തിന്റെ തന്നെ ഇത്രയും ഷോക്കായ കാര്യം നമ്മൾ അറിയില്ലേ. അപ്പോ നമ്മളവിടെ ചെക്ക് പോസ്റ്റില് 20 റുപ്യ ആദ്യം കൊടുക്കേണ്ടതാണ്. ഞാൻ 20 റുപ്യക്ക് ഇവിടെ എന്തേലും ഒന്ന് കാണാക്കട്ടെ, ബാക്കി കാണാം. ഇതിനിപ്പോ എഞ്ചിന്റെ സൗണ്ടാണ് ഇല്ലേ, ബാക്കില് തോന്നുന്നു. പക്ഷെ എ സി ജനറേറ്റർ, മറ്റേ ജനറേറ്റർ. അപ്പോ അങ്ങനെ നമ്മള് ഫോറസ്റ്റ് ഇങ്ങനെ ഡാർക്ക്
സംഭവത്തിൽ ഈ ഫോറസ്റ്റ് നമ്മൾ മുഞ്ചി അറ്റ്ലീസ്റ്റ് ഒരു മാനെങ്കിലും കാണുന്നില്ലൊരു ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പുറത്ത് എന്തായാലും കാണും, കുറച്ചങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ എന്തായാലും കാണും. ഒരു മാനെങ്കിലും നമ്മൾ കാണും. ഇതൊക്കെ പറയട്ടോ, എന്നിട്ട് ലാസ്റ്റ് എത്തുമ്പോൾ ഉണ്ടാവും കടവ് മുമ്പിൽ. അതിൻ്റെ കുതിര എന്നത്തെ കാട്ടുണ്ട്. ഞാൻ നല്ല വിസിബിലിറ്റിയിൽ എടുക്കുകയാണ്. പിന്നെ അതാത് സത്യം പറഞ്ഞാൽ ഇവിടെ ഒന്നും അവർക്ക് നേരം വെളുത്തിട്ടില്ല. ഒക്കെ കൂട്ടിൽ കടന്നിറങ്ങും. ചിലപ്പോ ശരിക്കും നോക്കണെങ്കിൽ ഒരു കാട്ടുപന്നിനെ കാണാം. നമ്മളെ കുരങ്ങൻ ചേട്ടനെ കണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളാകെ കാണുന്ന കുരങ്ങനെയാണ്. റങ്കച്ചേട്ടോയ് ഹലോ. ചേട്ടൻ നല്ല ഇതിലാണ്. ഞാൻ നാളെ വന്നപ്പോ ഇവിടെ ഒരു സ്കൂളൊക്കെ കണ്ടില്ലാണ്ടാ. നമ്മൾ ഒരു മൃഗങ്ങളെ അധികം കണ്ടില്ലെങ്കിലേ ഈ റൈഡ് വേറെ ആയിപ്പോ കാണാം. കുറച്ചുള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും കാണും. നമ്മളെ കരിങ്കമ്മമാരുണ്ട് കുറേ ഇവിടെ. ഇത് മാത്രമേ ഉള്ളൂ. ഹായ് ഹലോ. കുരങ്ങന്മാരെ മാത്രമേ സ്കൂട്ടുള്ളൂ കേട്ടോ. കുറെ ആനപ്പിണ്ടങ്ങളൊക്കെ കാണുന്നുണ്ട്. മിക്കവാറും ഇവിടെ ഒരു ആന കാണുന്ന ലക്ഷണമുണ്ട്. എവിടെയെങ്കിലും വെച്ചാൽ നമ്മൾ എന്തായാലും ആരെങ്കിലുമൊക്കെ കാണും. കുരങ്ങൻ ഒറ്റക്കായി കൂട്ടം തെറ്റി പോയതാവും. നമ്മളെ കുരങ്ങനെ അങ്ങനെ കാണുന്നുണ്ട്. പിന്നെന്താണാല് നമ്മൾ റോട്ടിലൊക്കെ ഇങ്ങനെ ആനപ്പിണ്ടങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. അതൊരു ചെറിയൊരു ആകാംക്ഷ ഉണ്ട്. ഇനിയിപ്പോ ആൾക്കാർ പറഞ്ഞിരുന്നാണോ അറിയില്ല. എന്നാലും ശരിക്കും പറഞ്ഞാല് ഗീർ പുറത്തേക്കടെ ആക്കാൻ പറ്റില്ല. പോക്ക് പിന്നെയും ഹമ്പ് നിന്നിട്ട് നമ്മള് സെക്കൻഡ് കെട്ടും. നമ്മളെ ഇവിടെ ഗുണ്ടൽപേട്ടക്ക് എടുത്തുള്ള നമ്മളെ ആ സൂര്യകാന്തി തോട്ടമൊക്കെ ഉണ്ടല്ലോ, അവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവിടെ കുറച്ച് പൂക്കളുണ്ട്. നമുക്ക് അവിടെ നിന്ന് കറങ്ങിയടിച്ച് വരാൻ പറ്റുമോ നമുക്ക് നോക്കാം. എന്തായാലും നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. ഉറപ്പ് അറിയില്ല. നോക്കാം, നമുക്ക് സെറ്റൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞൊരു ചെറിയ തിരുത്തുണ്ട്. ഇത് മല്ലികപ്പൂവാണ് ഗൈസ്. നമ്മൾ സൂര്യകാന്തി വരാണ് ആളെ പറ്റിച്ചു. അല്ല ആദ്യം അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ചെറിയൊരു ഓഫ് റോഡ് വഴി ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഫ്രീ ഒന്നും കൊടുക്കാതെ വെറുതെ കയറ്റി തരികയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഷെയറാക്കി പോവാം. അല്ലെങ്കിൽ പണി പാളും ചെയ്യും. ഇതൊക്കെ മറ്റേ മല്ലിക ഉണ്ട്, ചെണ്ട് മല്ലിക അവിടെ ഉണ്ട്. രണ്ട് സൈഡിലും ഉണ്ട്. രണ്ട് സൈഡിലും ചെണ്ടുമല്ലികയാണ് ഇത് രണ്ടും. കുറേ ആളുകൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് കയറാൻ പറ്റുമോ എന്ന് നോക്കാം.
സൈഡൊക്കെയല്ലോ ഇവിടെ എന്തെങ്കിലും ഉണ്ടാവോ? ഇതിൽ നേരെ പോയി അങ്ങോട്ടെത്തോ? സൈഡൊക്കെ കുഴപ്പമൊന്നുമില്ല. ഉണ്ടവല്ലിക്കാണ് തിരിച്ചാ വല്ല വകുപ്പുണ്ടോട്ടെ? തിരിക്കാനല്ലോ, എല്ലാവരും അവിടെ പോയിട്ട് തിരിച്ചു തന്നെ കയറി കുടിക്കണം. പോവാ ഒട്ടും സംഭവങ്ങൾ നോക്കുകയാണെങ്കിൽ പൂക്കളുണ്ട് അത്യാവശ്യമൊക്കെ, പക്ഷെ പോവില്ല പോവില്ല പോവില്ലെന്നല്ല, പോവില്ല. ഇതൊക്കെ ഇവിടുത്തെ ഒരു കുടിലുകൾ തോന്നുന്നു കേട്ടോ. ഇവിടുത്തെ ഒരു കുടിലുകളാണ് ഇതൊക്കെ തോന്നുന്നുണ്ട്. നല്ല തണുപ്പാണ്. ഇതാണ് എന്താ പറയുക, ശരിക്ക് സൂര്യകാന്തി കേട്ടോ. നമ്മളവിടെ കണ്ടത് മല്ലികയാണ്. മല്ലികയുണ്ട് ഇവിടെ, സൂര്യകാന്തി ഇതാണ്.